ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ മടക്കയാത്രയും ആരോഗ്യ വിവരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ പിഴവ് നാസയുടെ ഭാഗത്തു നിന്നുണ്ടായത് സുനിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ലോകത്തിപ്പോൾ ബഹിരാകാശ നിലയങ്ങൾ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും മറ്റൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയവും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യയിൽ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം വരുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ്. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ ശ്രമകരവും പണച്ചെലവുമുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചതോടെ 2028 നിലയത്തിന്റെ ആദ്യത്തെ മോഡ്യൂൾ വിക്ഷേപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ISROയുടെ ഭാഗമായ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ നിലേശ് ദേശായി വെളിപ്പെടുത്തി കഴിഞ്ഞു. 2035 ആകുമ്പോഴേക്കും ബഹിരാകാശ നിലയം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിനു കൂടി ഉപയോഗപ്പെടുത്താവുന്ന വിധമാകും ബഹിരാകാശ കേന്ദ്രം വരിക. 2040 ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ചന്ദ്രനിലേക്കുള്ള യാത്രക്കിടെയുള്ള ട്രാൻസിറ്റ് സ്റ്റേഷനായി ബഹിരാകാശ നിലയം പ്രവർത്തിക്കുമെന്നാണ് നീലേഷ് ദേശായി പറയുന്നത്. 5 മൊഡ്യൂളുകളാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 16 മൊഡ്യൂളുകളുണ്ട്. തുടർച്ചയായുള്ള ബഹിരാകാശ പദ്ധതികളാണ് ISROയുടെ മുന്നിലുള്ളത്. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വരും വർഷത്തിൽ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടക്കുമെന്നാണ് കരുതുന്നത്. ഇതിനൊപ്പം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രനിലേക്കും ഇന്ത്യ ഓർബിറ്റൽ മിഷൻ അയക്കുന്നുണ്ട്. ശുക്രനെ ഭ്രമണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശുക്രയാൻ 1 ദൗത്യമാണ് മറ്റൊരു പ്രധാന പദ്ധതി. ഇതിനും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ശുക്രയാൻ എന്ന ദൗത്യവും 2028 വിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. ഭൂമിയെ പോലെ തന്നെയുള്ള ഗ്രഹമായാണ് ശുക്രനെ കണക്കാക്കുന്നത്. ഭൂമി രൂപം കൊണ്ട അതേ സാഹചര്യത്തിലാണ് ശുക്രൻ രൂപം കൊണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കൽ വാസയോഗ്യമായ സാഹചര്യമായിരുന്നു ശുക്രനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശുക്രനെ പറ്റിയുള്ള അധികം വിവരങ്ങൾ ശാസ്ത്ര ലോകത്തിനില്ല. ശുക്രനിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് കണ്ടെത്തുകയാണ് ശുക്രയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. മാത്രമല്ല, കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും ഈ ദൗത്യം വഴി നടപ്പിലാക്കും.